വർഷവും അല്ലാഹു നമുക്ക് നൽകുന്ന സംസ്കരണ പ്രക്രിയയുടെ മാസമാണ് പരിശുദ്ധ റമളാൻ. ആ മാസം വന്നെടുക്കുകയാണ്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. വിശുദ്ധ റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഇതാ ആസന്നമായിരിക്കുന്നു. അല്ലദീ, ആ മാസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഉൻസില ഫീഹിൽ ഖുർആൻ. മനുഷ്യരാശിക്ക് ആകാശലോകങ്ങളുമായി കയറിപ്പിടിക്കാൻ, ആകാശലോകത്തേക്ക് എത്തി നോക്കാൻ, സൃഷ്ടാവിനോട് സംവദിക്കാൻ, സൃഷ്ടാവ് നമ്മളോട് സംവദിച്ചതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു മനുഷ്യർക്ക് ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് അല്ലാഹു ഇറക്കി വെച്ചത് വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിലാണ്. എന്നാൽ റമളാനിൽ തന്നെയാണ് ആ വചനങ്ങൾ ഭൂമിയിലേക്ക്, പരിശുദ്ധ ഹിറാ ഗുഹയിലേക്ക് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നതും റമളാനിൽ ഇറങ്ങിയതാണ് ഖുർആൻ. അതുകൊണ്ട് റമളാനിന് പ്രത്യേകതയുണ്ട്. റമളാനിന്റെ പ്രത്യേകത ഒരു ഗ്രന്ഥം ഇറക്കി തന്നു എന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കുറെ അത്ഭുത സിദ്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളോ കാണിച്ചിട്ടല്ല. നമ്മുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? ഇന്നും ഹബീബിന്റെ മുഅ്ജിസത്തായി ബാക്കി നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ. ഖുർആനോ അതൊരു ഗ്രന്ഥമാണ്. വായിച്ചാൽ തീരാത്തത്, പഠിച്ചാൽ അവസാനിക്കാത്തത്, റിസർച്ചുകൾ ചെയ്താൽ തീരാത്തത്, ഒരിക്കലും വായിച്ചു മടുക്കാത്തത്, ആശയങ്ങളുടെ വൈപുല്യം കൊണ്ട് അതിന്റെ അറ്റമേതാണെന്ന് ഖുർആൻ ആസ്വാദകർക്ക് ഇന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജ്ഞാനത്തിന്റെ അനന്തസാഗരം. ആ ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇറക്കിത്തന്ന മാസം ഇതാണ്. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾ നോമ്പെടുക്കണം. വിജ്ഞാനവുമായിട്ടാണ് അല്ലാഹു നമ്മളെ ബന്ധപ്പെടുത്തിയത്, അറിവുമായിട്ടാണ്. പഠിക്കണം എന്നായി പറയുന്നത്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. നോമ്പെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും നോമ്പെടുക്കണേ. രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ മറ്റേതെങ്കിലും ഒരു കാരണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റാത്തവർ അതിന്റെ പ്രായശ്ചിത്തം ചെയ്യണം. റമളാൻ ഖളാ വീട്ടേണ്ടവർ വീട്ടുകയും വേണം. ആ കൃത്യമായ മാസം മുഴുവൻ നിങ്ങൾ നോമ്പെടുക്കണം. ഇത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. വലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം, പടച്ചവൻ ആരാണ് അല്ലാഹു എന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലേക്ക് അല്ലാഹുവിന്റെ മഹത്വം അറിയാൻ വേണ്ടി അതിനാ നോമ്പെടുക്കാൻ പറഞ്ഞ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പിന്റെ കാഠിന്യം അറിയാനല്ല. അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കണ മുസ്ലിമീങ്ങളോട് നിങ്ങൾ നോമ്പെടുക്കണ്ടെന്ന് പറയില്ലേ? അവരേതായാലും പട്ടിണിയില്ലല്ലേ, പിന്നെ എന്തിനാ? പട്ടിണിയുടെ കൈപ്പേറിയ അനുഭവം എന്താണെന്ന് അവർക്ക് അറിയാലോ, പിന്നെ എന്തിനാ അവരെ കൊണ്ട് വീണ്ടും നോമ്പെടുപ്പിക്കുന്നത്? അതല്ല അതിന്റെ ലക്ഷ്യം. നോമ്പിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ഭയപ്പെടലാണ്. അല്ലാഹു ഹറാമാക്കിയത് നിങ്ങൾക്ക് എന്താ ഒഴിവാക്കാൻ പ്രയാസം? എന്നാൽ ഈ റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക് മുമ്പ് ഹലാലായിരുന്നത് ഹറാമ് പോലെ നിങ്ങൾ കാണേണ്ടി വരും. വെള്ളം റമളാനിന്റെ പകലിൽ ഒരു നോമ്പുകാരൻ കുടിക്കൽ ഹറാമാണ്. നോമ്പ് തുറന്ന കുടിച്ചോട്ടെ, ഹലാലാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഒരു മാസം അല്ലാഹു നിങ്ങൾക്ക് ആയുസ്സിൽ അവസരം നൽകുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരായത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയാണിത്. ആ ശേഷം വരുന്ന ആയത്താണ് ഏറ്റവും മനോഹരം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. പൊന്നാര നബിയേ, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണേ, ഞാൻ അരികത്തു തന്നെയുണ്ട്, ഞാൻ അടുത്തന്നുണ്ട്. റബ്ബ് എവിടെയാണ്? അല്ലാഹു ഞങ്ങളെ കേൾക്കുമോ? പടച്ചവൻ ഞങ്ങളെ സ്വീകരിക്കുമോ? എനിക്ക് നന്നാവാൻ പറ്റുമോ? എനിക്കിനി നല്ല കുട്ടിയാകാൻ പറ്റുമോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചു വരുന്നവരോട്
പാപമോചനം ചോദിച്ചറിയുന്നവരോട്, അള്ളാഹുവിന്റെ സാമീപ്യം വേണമെന്ന് കൊതിക്കുന്നവരോട് പറയണേ നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ അരികത്തു തന്നെയുണ്ട്. വല്ലാത്തൊരു മറുപടിയല്ലേ അത്. എവിടെയാണ് അല്ലാഹു എന്നെ കുറിച്ച് ചോദിക്കുന്നു വരുന്നവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഞാൻ അരികത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഒരുക്കമായി നിൽക്കുകയാണെന്ന് നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണേ. അവരെ നിരാശപ്പെടുത്തരുത്. നിന്നെ അല്ലാഹുക്ക് വേണ്ടാന്ന് പറയല്ലേ, നിന്നെയൊന്നും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയല്ലേ. അല്ലാഹു എല്ലാവരെയും കേൾക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും, ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് നൽകും. അതുകൊണ്ട് ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഞാൻ അവരെ സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം അവർ എനിക്ക് ഉത്തരം നൽകണം. ഞാൻ അവരോട് ചോദിച്ചത് അവരെനിക്ക് ഉത്തരം നൽകണം. എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ അവർ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് എല്ലാം മാപ്പ് ചെയ്ത് അവരെന്റെ അരികത്ത് കിടക്കുന്ന VVIP-കളായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് റമളാനിന്റെ നോമ്പിന്റെ നിയമങ്ങൾ പറഞ്ഞതിന്റെ ഉടനെയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ മാർഗം വിശുദ്ധ റമളാൻ നോമ്പെടുക്കുകയാണ്. നോമ്പ് ഒരു നന്മയുടെ വസന്തമാകട്ടെ. നമ്മളൊരു സംസ്കരണത്തിന് വിധേയമാവുകയാണ്. അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദൻ ഫത്തുബിഅ فإن له مثل أجور من تبعه لا ينقص من أجورهم شيئا. ഹദീസ് പണ്ഡിതനായ അല്ലാമ ഇബ്നു മാജഹ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സുനനിൽ വന്നിട്ടുള്ള ഹദീസാണത്. സ്വഹീഹായ ഹദീസ്. അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദൻ ഫത്തുബിഅ. നിങ്ങളൊക്കെ വീട്ടിലെ മുതിർന്നവരോ പഠിച്ചവരോ വിദ്യാഭ്യാസമുള്ളവരോ അറിവുള്ളവരോ ആണ്. നമ്മുടെ വീടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവർക്ക്, ജ്ഞാനം കുറഞ്ഞവർക്ക്, ദീനിന്റെ വിവരം ഇല്ലാത്തവർക്ക് ദീനിന്റെ വിവരങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് അവരൊക്കെ അനുസരിക്കുകയോ അതനുസരിച്ച് നിസ്കാരം തുടങ്ങുകയോ ഖുർആൻ ഓതാൻ തുടങ്ങുകയോ നോമ്പെടുക്കാൻ ആരംഭിക്കുകയോ ചെയ്താൽ അവര് ചെയ്ത പ്രതിഫലവും പഠിപ്പിച്ച നിങ്ങൾക്ക് അല്ലാഹു നൽകും. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. നിങ്ങൾ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് അവരുടെ പ്രതിഫലം ഒരൽപ്പം പോലും കുറയാതെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. അതുപോലത്തെ പ്രതിഫലം. നമ്മുടെ നന്മകൾ എങ്ങനെ ഡബിളാക്കാം എന്ന് ആലോചിക്കേണ്ട സമയമാണ് റമദാൻ. അതിലേറ്റവും ആദ്യം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, ഒരു ദുആ ഒതന്റിക് ആവണേ. ഈ യൂട്യൂബിൽ കാണുന്നതും ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞതും ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് ഒതന്റിക് ആണോ, അത് ഉള്ളത് തന്നെയാണോ, അത് പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ എന്നൊക്കെ ഒന്ന് അറിയണം. വളരെ റിലയബിൾ സോഴ്സുകളിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് ബോധ്യമുള്ളൊരു നന്മയാണ്. ആ നന്മ നാലാൾ ഒരു കുടുംബ ഫാമിലിയാണ്, അറിയിച്ചു കൊടുക്കാം. സ്വലാത്ത് ചൊല്ലല്ലേ, ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആരൊക്കെ അത് ചൊല്ലുന്നുണ്ടോ അതിന്റെയൊക്കെ കൂലി നിങ്ങൾക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്. മനിസ്തസന്ന ഖൈറൻ ഫസ്തുന്ന ബിഹി കാന ലഹു അജ്റുഹു കാമില. നിങ്ങളുടെ വീടുകളിൽ ഒരു നല്ല ചര്യ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ റമളാനിൽ നോമ്പ് തുറക്കാൻ, അത്താഴത്തിന്, ഇത് രണ്ടും മുസ്ലിം ലോകം ഒരുമിച്ച് എല്ലാ വീടുകളിലും നാടുകളിലും പള്ളിയിലാണെങ്കിലും ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇത്. വളരെ വലിയൊരു യൂണിഫോമിറ്റി ഉണ്ട് അവിടെ. നോമ്പ് തുറക്കുകയാണെങ്കിൽ എല്ലാവരും ആ വാങ്കിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നൊരു സമയമുണ്ട് അല്ലേ. വാങ്ക് കൊടുത്ത എല്ലാവരും നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിക്കുന്ന സമയമാണ്.
അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില നാടുകളിൽ ചിലത് കാണാറുണ്ട്. ഇവിടെ കയറാടിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പുറപ്പുറമൊക്കെ പല സംഘടനകളുടെ പള്ളികളുണ്ടാവും. അപ്പോൾ കുറച്ച് വളവന്മാർ 1 മിനിറ്റ് നേരത്തെ വാങ്ങിക്കൊടുക്കും. നമ്മൾ കുറച്ച് ഓഡിയൻസ് പോലെ ഇപ്പോൾ പോരുമല്ലോ, വാങ്ങിക്കൊടുത്ത് തിന്നു. അതുവരെ സൂക്ഷ്മതയിൽ പോകും. റമദാനായാൽ ആ അത്താഴത്തിൻ്റെ വാങ്ക് 1 മിനിറ്റ് വൈകി കൊടുക്കും, നോമ്പുറക്കണ 1 മിനിറ്റ് മുമ്പും കൊടുക്കും. നോമ്പൊറ്റല്ല, നോമ്പൊക്കെ ഫസാദാക്കുക. സൂക്ഷ്മത എപ്പോഴും നല്ലതല്ലേ? എന്തിനങ്ങനെ ഫസാദാക്കേണ്ട കാര്യം? 1 മിനിറ്റ് ബാക്കി എല്ലാ വാങ്കും ഒരേ സമയത്ത് 5:35 അത്താഴ നേരത്ത് ഒരുത്തൻ്റെ വാങ്ക് 5:37. 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ള കഴിക്കാം? നോമ്പ് തുറക്കണത് അങ്ങനെ എല്ലാവരും 6:35 നോമ്പ് തുറക്കുമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരാൾ 6:34 വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളൊരു വഹദത്തിന്റെ ഒരു ഒരുമ, ഈ ഉമ്മത്തിന്റെ ഒരുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടമാണ്. അത് നശിപ്പിക്കരുത്. അത് നശിപ്പിക്കാൻ കുറെ ശൈത്താന്മാർ വരും. നശിപ്പിക്കാൻ വിടരുത്. നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാ വന്നത്. ആ നേരത്തൊരു ചര്യ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. വീട്ടിലെ പെണ്ണുങ്ങൾ മാഷാ അല്ലാഹ്, അവർക്ക് കിട്ടുന്ന കൂലി പറയാനില്ല. ആരൊക്കെ നോമ്പ് തുറക്കുന്നുണ്ടോ ആ വീട്ടിലെ വാപ്പാന്റെ നോമ്പിന്റെ കൂലി, ആ വീട്ടിലെ ഉമ്മാന്റെ നോമ്പിന്റെ കൂലി, കാക്കാന്റെ മക്കൾ നോമ്പോറ്റ കൂലി, ഇതൊക്കെ ഈ പത്തിരിയും കറി ഉണ്ടാക്കി പെണ്ണുങ്ങൾ കിട്ടില്ലേ. ആ വീട്ടിൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവർക്ക് ഒരൊറ്റ നോമ്പിന് ഒരു 30 ആള് നോമ്പുറക്കാൻ വന്ന 1 മാസത്തെ നോമ്പിന്റെ കൂലി 1-ാം നോമ്പിന് പെണ്ണുങ്ങൾ കിട്ടും. നീ ബാക്കി നോമ്പ് കണ്ടിരിക്കണ്ടേ? കൂലിനെ പറ്റിയാ പറഞ്ഞ. നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ സമയം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്ന. പാവങ്ങളാണ് പെണ്ണുങ്ങൾ, അവരൊരുപാട് കഷ്ടപ്പെടും. നമ്മളൊക്കെ ചിലപ്പോൾ മൂലൊക്കെ പോയി കടന്നുറങ്ങിയെന്ന് വരും. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? നേരെ ആകുമ്പോൾ നോമ്പുറക്കുന്ന സാധനം ഉണ്ടാക്കണ്ടേ? അതിലൊക്കെ കുട്ടികൾ കരയും. അതിലൊക്കെ മദ്രസ ഉണ്ടാവും, മദ്രസ കൂട്ടില്ലേ, സ്കൂളുണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടാകും, മക്കളെ ഒരുക്കണം, പോകണം, ആളുകൾ വരുന്നു പോകുന്നു, അപ്പോഴേക്കൊരു കുട്ടിയെ ഹോസ്പിറ്റലായിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ്ടേ? അവരോടൊക്കെ ഒന്ന് മയത്തിൽ പെരുമാറിക്കോളി. അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടും. മനുഷ്യന്മാർക്ക് സന്തോഷം കൊടുക്കലാണ് ഈ ലോകത്തെ ഏറ്റവും ഖൈറായ അമലെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും അഫ്ളലുൽ അഅമാൽ, ഖൈറുൽ അഅമാലി അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുക്ക് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് സന്തോഷമുള്ള കാര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ വീട്ടുകാരാണ് ആ സന്തോഷം അനുഭവിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. ഈ വെറുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ പിന്നെ വേല പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേല കേൾക്കാത്തവർക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വേല കേൾക്കുകയും ദീനറിയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വേണ്ടേ? നമ്മൾ കുഴപ്പക്കാരാവരുത്. കുഴപ്പങ്ങളെ പരിഹരിക്കാൻ, നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിയുന്നവരാവുക, അല്ലേ? അപ്പോ നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. എത്ര പേർക്കറിയാം? ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 10, 15, 20 മിനിറ്റ് സമയം, ആ സമയത്ത് ദുആ ചെയ്താൽ ദുആന് ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുറക്കാൻ അത്യാവശ്യം വേണ്ട ഈത്തപ്പഴവും വെള്ളവും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാൻ. കുട്ടികളൊക്കെ എടുത്ത് കുടിച്ചോ, പാവങ്ങളല്ലേ, ആ ഒരു വൈകുന്നേരം വരെ നോമ്പെടുത്ത മക്കളാണെങ്കിൽ. അപ്പോ അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, ഒരു സൊഫായിട്ടിരിക്കുക. നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കൽ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ സുന്നത്ത് നമ്മുടെ നാടുകളിൽ ഒരുപാട് ഹയാത്താക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു വീട്ടിൽ വന്നാലും ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല, താഴെ ഇരുന്ന് ഒരു വലിയ തളിക കൊണ്ടുവന്ന് ആ തളികയിൽ എല്ലാവരും ഒരുമിച്ച് കൈവച്ച് കഴിക്കണം. അതാണ് സുന്നത്ത്. മഹാനുകൾക്ക് അതാണ് ഇഷ്ടം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതാണെന്ന് പറയും. അത്തരം സുന്നത്തുകളൊക്കെ ഈ റമളാനിൽ നമുക്കങ്ങ് ഹയാത്താക്കിയാലോ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുമിച്ചിരിക്കുക. ഒരു നോമ്പ് തുറക്കാൻ ഇനി 10 മിനിറ്റ് സമയമുള്ളൂ എന്ന് സങ്കല്പിക്കുക. വീട്ടുകാര് അങ്ങോട്ടും കാണാൻ പറ്റുന്ന ആൾക്കാരല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരുമിച്ചിരിക്കുന്നു, കുറച്ചു നേരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
മഗ്രിബിന്റെ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാൻ. അത് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഏറ്റവും അവസാനമായി ഉദ്ധരിച്ച ഒരു ഹദീസും അത് തന്നെയാണ്. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന അമൽ എന്ന് പറഞ്ഞത് ഈ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വേറൊരു റിവായത്തിൽ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുകൂടെ വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചങ്ങ് ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതങ്ങനെ ഒരു 10 മിനിറ്റ് മെല്ലെ അങ്ങ് ചൊല്ല്. ആ റാഹത്ത് ദ്വാരക്കണം. ദ്വാ ചെയ്യുക. മൻ സഅലഹു ദിക്രി അൻ സുആലി, എനിക്ക് എന്നോട് അല്ലാഹു പറയാണ്, എന്നോട് ചോദിക്കേണ്ടതിന് പകരം എനിക്ക് വേണ്ടി ഒരാൾ ദിക്ർ ചൊല്ലിയാൽ അയാൾ ചോദിക്കാൻ കരുതിയതിനേക്കാളും ഖൈർ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്ന് അല്ലാഹു ജല്ല ജലാലുഹു. ദ്വാരക്കാൻ പറ്റുമോ? ദ്വാരുന്നോളൂ. ഇല്ലേ? ആ ഒരു ദിക്റിലായി അവസാനത്തെ ഒരു 10 മിനിറ്റ് വേറെ സംസാരങ്ങളൊന്നുമില്ല, വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. വീട്ടുകാരെല്ലാവരും ആ ഒരു 10 മിനിറ്റ് സമയം കുടുംബത്തിന് വേണ്ടി, മുതിർന്ന ആളുകളുടെ ദുആ ചെയ്യാം. മലയാളത്തിൽ വരുന്നോളൂ, ഏത് ഭാഷയിലും ദുആ ഇറക്കാം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ലാ തഖ്തലിഫു അലൈഹിൽ അൽസുൻ. അല്ലാഹുവിന്റെ ഭാഷകൾ പ്രയാസമല്ല, മനുഷ്യർക്ക് പ്രയാസമായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ തമിഴ് സംസാരിക്കാറുണ്ടെന്നാ കേട്ടത്. ശരിക്കും തമിഴ് അറിയും സംസാരിക്കുക? ഇത് ഏകദേശം തമിഴ്നാടിൻ്റെ ബോർഡർ എത്തിയല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹുവിന് ഏത് ഭാഷയിലും പടച്ചോന് പറയാം. നിസ്കാരത്തിൽ അറബിയെ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ പുറത്ത് നമുക്ക് ഏത് ഭാഷയിലും അള്ളാഹുവിനോട് ചോദിക്കാം. അപ്പൊ ആ ഒരു റമദാനിന്റെ ആ നോമ്പിന്റെ തൊട്ട് മുമ്പുള്ള ഇഫ്താറിന്റെ മുമ്പുള്ള 10 മിനിറ്റ് സമയം, ഒരു 15 മിനിറ്റ് മാക്സിമം നമ്മൾ ദിക്റിലും ദുആയിലുമായി ചെലവഴിക്കുന്നു. അങ്ങനെ ഒരു ചര്യ നിങ്ങൾ ഈ വർഷം കൊണ്ടുവരുന്നു. ആരാണോ അതിന് ആ ഒരു നന്മയ്ക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ആ ആൾക്ക് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന നന്മയുടെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ റമദാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിക്കൊന്ന് മുതലാക്കണം. കുറേ നന്മകൾ നമുക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നതാണ് പടച്ചതമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകളിൽ മറ്റൊന്നില. അൻ അഖഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഅ അശംസ് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തിക അർബഅതൻ മിൻ വൽദി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅൻ അഖഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ ഞാൻ പോയി ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നബി തങ്ങൾ പറയുന്നു, മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഅ അശംസ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം നടക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയിരിക്കുക. ഉറക്കെ ചൊല്ലണമെന്നില്ല, മെല്ലെ ചൊല്ലിയാൽ മതി. പക്ഷെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ദിക്ർ, ഒരു വാട്സപ്പിൽ കളിക്കല്ല, അവർ ഫേസ്ബുക്ക് ഓണാക്കി എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കല്ല, അവർ ദിക്ർ ചൊല്ലുകയാണ്. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലുന്ന ഒരു കൂട്ടം ആളുകൾ, അത് പള്ളിയിലാകാം, വീട്ടിലാകാം, മദ്രസയിലാകാം, ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഏകദേശം 1 മണിക്കൂർ സമയം ആ ഒരു നേരം ദിക്റിലായി ചെലവഴിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്തിനേക്കാളെന്നറിയോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന 4 അടിമകളെ മോചനം ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കലാണ്. ഹബീബ് പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വല അൻ അഖഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ മിൻ സ്വലാത്തിൽ അസ്ർ ഇലാ അൻ തഗ്രിബ അശംസ് അഹബ്ബു ഇലയ്യ മിൻ അൻ നുഅ്തിഖ അർബഅ. അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം വരെ, നോമ്പ് തുറക്കുന്ന സമയം മഗ്രിബ്, ആ മഗ്രിബ് വരേക്കും ദിക്ർ ചൊല്ലുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ പോയി ഇരിക്കലാണ് എനിക്കിഷ്ടം. 4 അടിമകളെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവരെ അള്ളാഹുവിന് വേണ്ടി അടിമമോചനം ചെയ്ത് സ്വതന്ത്രരായി വിടുന്നതിനേക്കാളും, അത് വലിയ അമലാണ്, അതിനേക്കാളും എനിക്കിഷ്ടം അസർ മുതൽ മഗ്രിബ് വരെ അള്ളാഹുവിനെ ഓർത്തിരിക്കുന്നവരുടെ കൂടെ പോയി ഇരിക്കലാണ്. അതുകൊണ്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടുകളിൽ പടച്ചവനെ കുറിച്ചുള്ള ദിക്റുകളും
അദ്കാറുകളും റമളാനിൻ്റെതായ മജാലിസുകളുമൊക്കെ ആയിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയും, എഴുന്നേറ്റോളൂ, മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് മലക്കുകൾ അവരോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സദസ്സും അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പരിപാടി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ അല്ലാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്കൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളൊക്കെ ശുദ്ധരായിരിക്കുന്നു, തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മളോട് വിളിച്ചു പറയണം. മജ്തമഅ ഖൗമുൻ അലാ ദിക്രിൻ ഫതഫറഖൂ അൻഹു ഇല്ലാ ഖീല ലഹും ഖൂമൂ മഗ്ഫൂറൻ ലക്കും. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സ് അത് നിങ്ങളുടെ വീട്ടിലെ ഇഫ്താറിന്റെ മേശയായിരിക്കാം, നിങ്ങളുടെ പള്ളിയിലെ ഒരു ചെറിയ മജ്ലിസായിരിക്കാം, ഇതുപോലെ ഒരു വഅദിന്റെ പരിപാടിയായിരിക്കാം, ഒരു ദിക്റിന്റെ ഹൽഖയായിരിക്കാം, മജ്ലിസുൻ നൂറായിരിക്കാം, സ്വലാത്ത് മജ്ലിസായിരിക്കാം. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഇല്ലാ ഖീല ലഹും, അവരോട് പറയപ്പെടും, അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയുമത്രേ, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റോളൂ എന്ന് അല്ലാഹു അവരോട് പറയും. അപ്പം നമ്മൾ അങ്ങനെ ദിക്റിലായി നമ്മുടെ വീട്ടുകാർ മുഴുവൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എൻ്റെ പെണ്ണുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, റമളാൻ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളും റെഡിയാവുക. ഒന്ന് വേഗം ഒതുവെടുത്ത്, വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ വസ്ത്രമൊക്കെ ഒന്ന് മാറി ഒന്ന് വൃത്തിയായി ഒതുവെടുത്ത് നോമ്പ് തുറക്കാനുള്ള ആ ഒരു മജ്ലിസിൽ ഒരുമിച്ചിരിക്കുക. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലെങ്കിലും റമളാനാണെങ്കിൽ എത്ര വലിയ പവിത്രതയാണ്. ലിസ്വാഇമി ഫർഹതാൻ, ഫർഹതുൻ ഇൻദ ഫിത്രിഹി വഫർഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരൻ അല്ലാഹു 2 സന്തോഷം നൽകിയിരിക്കുന്നു, 2 ആനന്ദം നൽകിയിട്ടുണ്ട് ഈ ലോകത്ത്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ആദ്യത്തെ ആ ഒരു ഈത്തപ്പഴം കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം തൊണ്ടയിലേക്ക് എത്തുമ്പോൾ, ആദ്യത്തെ ഒരിറ്റ് വെള്ളം തൊണ്ടയിലേക്ക് എത്തുമ്പോഴുള്ളൊരു സന്തോഷം വലിയ സന്തോഷമല്ലേ? അല്ലേ? വീടി വലിക്കാർ മാത്രമേ അതിനല്ല എന്ന് പറയുള്ളൂ. ഞങ്ങൾക്കൊന്ന് കത്തിച്ച് ഊതല സന്തോഷം. ഈ നോമ്പോട് കൂടെങ്കിൽ ആ പരിപാടി നിർത്തിയില്ലെങ്കിൽ പിന്നെ ഈ ഓരോ കൊല്ലം 30 ദിവസം എന്തിനാ ഈ പരിചരണം? ഒരു റമളാനിലെങ്കിലും ഒരു ദുസ്വഭാവം നമുക്ക് ഒഴിവാക്കാൻ പറ്റണ്ടേ? അപ്പോൾ ദുസ്വഭാവമാണോ അതിന് വലിയ തെളിവുണ്ടോ എന്ന് ചോദിക്കും. അതിന് മഹാന്മാർ പറയുന്നതാണെന്നറിയോ? നാളെ അല്ലാഹു ഹസനാത്തും സയ്യിആത്തും വേർതിരിക്കും. ഖിയാമത്ത് നാളിലെ നല്ലതും ചീത്തയും വേർതിരിക്കും. അപ്പം ഈ വീടി വലി നന്മയുടെ കൂടെ പോകുമോ സയ്യിആത്തിൻ്റെ കൂടെ പോകുമോ? എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോളിന്നാ. നിങ്ങൾക്ക് തോന്നുന്നു അത് വലിയ നല്ല കാര്യമല്ലേ തോന്നുന്നുണ്ടെങ്കിൽ വലിച്ചോളൂ. അല്ല, അത് ഇപ്പുറത്താണ് വരിക എന്ന് തോന്നുന്നുണ്ടോ? നിർത്തിക്കോളി. ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ചാൽ നമ്മൾ നിൽക്കും, അപ്പം നിർത്തും. അല്ലാ നാളെ അടിച്ചു പോട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നത്തോടു കൂടെ വാപ്പ നിർത്തിയാക്കളാ, ഇനി വാപ്പ വലിക്കൂലട്ടോ. മൂല്യന്മാരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഡോക്ടർമാരിന് അടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നടക്കാൻ തുടങ്ങും, റോട്ട് കൂടെ ഓടാൻ തുടങ്ങും, ഭക്ഷണം നിയന്ത്രിക്കാൻ തുടങ്ങും, വീഡിയോ വലി നിർത്തും, ഒക്കെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ റൂഹിനാണ് നമ്മൾ തരുന്നത്. റൂഹിനുള്ള ഭക്ഷണം, റൂഹിന് വേണ്ട നറിഷ്മെൻ്റാണ് ദീൻ തരിക. മറ്റേത് ബോഡിക്ക് ആവശ്യമായതാണ്. ബോഡി ഉണ്ടെങ്കിലേ ദീൻ ഉണ്ടാവുള്ളൂ. ഇവ രണ്ടും നോക്കണം. ഒരു ദുശ്ശീലം ഈ റമളാൻ കൊണ്ട് ഒഴിവാക്കാൻ പറ്റണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞാൽ അള്ളാഹു ഇതിനെ സഹായിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.